ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സർവീസസ് ആണ്. ഓക്കെ, എന്തൊക്കെ സർവീസസ് ആണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഓൾറെഡി എന്താണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, എന്തൊക്കെയാണ് അതിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സർവീസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഫോളോയിങ് ആർ ദി സർവീസസ് പ്രൊവൈഡഡ് ബൈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം: യൂസർ ഇൻ്റർഫേസ്, പ്രോഗ്രാം എക്സിക്യൂഷൻ, IO ഓപ്പറേഷൻസ്, ഫയൽ സിസ്റ്റം മാനിപ്പുലേഷൻ, കമ്മ്യൂണിക്കേഷൻ, എറർ ഡിറ്റക്ഷൻ, റിസോഴ്സ് അലോക്കേഷൻ, പ്രൊട്ടക്ഷൻ. ഓക്കെ, ഏതൊക്കെയാണ്? യൂസർ ഇൻ്റർഫേസ്, പ്രോഗ്രാം എക്സിക്യൂഷൻ, IO ഓപ്പറേഷൻ, ഫയൽ സിസ്റ്റം മാനിപ്പുലേഷൻ, കമ്മ്യൂണിക്കേഷൻ, എറർ ഡിറ്റക്ഷൻ, റിസോഴ്സ് അലോക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. First one, user interface. All operating systems need to provide an interface to communicate with the user. This could be a command line interface or a graphical user interface. A command line interface or CLI is a method of interacting with an operating system or software using a command line interpreter. And the graphical user interface or GUI is a type of user interface which allows people to interact with a computer and computer control devices which employ graphical icons, visual indicators or special graphical elements called widgets, along with text labels or text navigation to represent the information and actions available to a user. നമ്മൾ ഓൾറെഡി ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞില്ല, ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാം, ഒരു ഹാർഡ്വെയറുമായിട്ടുള്ള നമ്മൾ ഓരോ യൂസറും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ഇൻ്റർഫേസ് ആണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് പറയേണ്ട ഒരു സർവീസ് എന്ത് തന്നെയാണ്? യൂസർ ഇൻ്റർഫേസ് ആണ്. അതായത് ഓരോ യൂസറും എങ്ങനെ ഒരു ഹാർഡ്വെയറുമായിട്ട്, എങ്ങനെ ഒരു സിസ്റ്റമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, അതിലുള്ള ഇൻ്റർഫേസസ് എന്ന് പറയുന്നത് മെയിനായിട്ട് 2 ടൈപ്പാണുള്ളത്. ഒന്ന് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ്, മറ്റൊന്ന് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. ഓക്കെ, അപ്പോൾ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു കമാൻഡ് ലൈൻ. അതായത് ഇപ്പോൾ വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഒരു ബ്ലാക്ക് സ്ക്രീൻ. നെക്സ്റ്റ് വൺ, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. ഇപ്പോൾ കമാൻഡ് ലൈൻ നമ്മളിപ്പോൾ ഉബുണ്ടുവിലാണ് എങ്കിൽ എന്താ, ടെർമിനലിൽ നമ്മൾ ചെയ്യുന്ന കമാൻഡ്സ്, അതെന്താണ്? ഒരു കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ആണ്. ഓക്കെ അല്ലേ? അതുപോലെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെനുവിൽ നമ്മുടെ മൗസ് അല്ലെങ്കിൽ കീബോർഡ് യൂസ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്ത് ചെയ്യുന്നതാണ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. Okay, it is a type of user interface which allows people to interact with a computer or computer control devices which employ graphical icons or visual indicators or special graphical elements called widgets, along with text labels or text navigation to represent the information and actions available to the യൂസർ. അതായത് നമുക്കിപ്പോൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ വിൻഡോസ് അല്ലെങ്കിൽ നമ്മുടെ മെനൂസ്, ഐക്കൺസ് ഒക്കെ നമ്മളൊരു ഫോൾഡർ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നുകിൽ നമുക്ക് നമ്മുടെ കീബോർഡ് മൗസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ ഫയൽ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെയ്യാം, സെലക്ട് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യാം. അതല്ലെങ്കിലോ കമാൻഡ് പ്രോംപ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ടെക്സ്റ്റ് ഫയൽ ആണെങ്കിൽ നമുക്ക് gedit യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ VI യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ടെർമിനൽ ഓപ്പൺ ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആ ഒരു പെർട്ടിക്കുലർ ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് കമാൻഡ് ലൈൻ ഇൻ്റർഫേസിലും നമുക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിലും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ്, program execution. The system must be able to load a program into memory and to run that program and the execution either normally or abnormally. And the following are the major activities of an operating system with respect to program management. It loads a program into memory, executes the program, handles program's execution, provides a mechanism for process synchronization, process communication and for deadlock handling. അപ്പോൾ നമുക്ക് ഒരു പ്രോഗ്രാം എക്സിക്യൂഷന് നമുക്ക് ഏതുവഴി നമുക്ക് ചെയ്യാം? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം. ഇറ്റ് പ്രൊവൈഡ്സ് ദാറ്റ് പെർട്ടിക്കുലർ സർവീസ് ആസ് വെൽ. ഓക്കെ, അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആ പ്രോഗ്രാമിനെ നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജിൽ നിന്നും
നമ്മുടെ മെയിൻ സ്റ്റോറേജിൽ മെയിൻ മെമ്മറിയിലേക്ക് നമ്മൾ ഫസ്റ്റ് ലോഡ് ചെയ്യണം. ഓക്കെ, അതിന് ശേഷമാണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം റൺ ചെയ്യുന്നത്. അതിനുശേഷം അത് എക്സിക്യൂഷൻ നടക്കും. അതിനുശേഷം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എൻഡാവും. ഓക്കെ, അപ്പോൾ അത് എൻഡാവുന്നത് ഒന്നുകിൽ നോർമലി ആയിരിക്കും, അല്ലെങ്കിൽ അബ്നോർമലി ആയിരിക്കും. അപ്പോൾ അബ്നോർമലി എൻഡാവുക എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ എന്തെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു റിസോഴ്സ് അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് എന്താ, അത് അബ്നോർമലായിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, എൻഡാവുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു എറർ സംഭവിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് അബ്നോർമലി ഒരു എക്സിക്യൂഷൻ എൻഡാവുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ മെയിനായിട്ട് നടക്കുന്ന ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ സമയത്ത് ആദ്യം എന്ത് ചെയ്യണം, ആ പ്രോഗ്രാമിനെ മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുക. അതിനുശേഷം ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ആവുക. അപ്പോൾ അതിൽ എക്സിക്യൂഷനെ ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇനി ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ എക്സിക്യൂട്ട് ആവുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒന്നിൽ കൂടുതൽ പ്രോസസ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു എന്ത് ഉണ്ടായിരിക്കണം, ഒരു പ്രോസസ്സ് സിങ്ക്രൊണൈസേഷൻ ഉണ്ടായിരിക്കണം. സെയിം ആപ്ലിക്കേഷൻ്റെ തന്നെയാവാം, അതല്ലെങ്കിൽ ഡിഫറെൻ്റ് ആപ്ലിക്കേഷൻ്റെതാവാം. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു പ്രോസസ്സ് സിങ്ക്രൊണൈസേഷൻ വേണം. അതുപോലെ ഡിഫറെൻറ്റ് പ്രോസസ്സ് തമ്മിൽ ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന മെക്കാനിസം ആര് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും രീതിയിൽ ഡെഡ് ലോക്ക് ഹാൻഡ്ലിങ്, ആ ഒരു ഡെഡ് ലോക്ക് ഹാൻഡ്ലിങ് മെക്കാനിസവും പ്രൊവൈഡ് ചെയ്യുന്ന ആര് തന്നെയാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ എന്താണ് ഡെഡ് ലോക്ക്, എന്തൊക്കെയാണ് പ്രിവെൻഷൻ, എന്തൊക്കെയാണ് അതിൻ്റെ ഡിറ്റക്ഷൻ എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പറയാം. ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഡെഡ് ലോക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രോസസ്സ് റിസോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഒരു പ്രോസസ്സും റിസോഴ്സിന് വേണ്ടി ഇൻഫിനിറ്റ് ടൈമായിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പോൾ ആ ഒരു ഇൻഫിനിറ്റ് ആയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യുന്നൊരു കണ്ടീഷനാണ് ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മുടെ രണ്ട് പ്രോസസ്സ് ഉണ്ട്, P1 അതുപോലെ P2. ഓക്കെ, ഇവിടെ ഒരു റിസോഴ്സ് ഉണ്ട്, സിംഗിൾ റിസോഴ്സാണ്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ രണ്ട് കമ്പ്യൂട്ടർ, ഒരു പ്രിൻ്ററാണ് ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ പ്രിൻ്റ് ചെയ്യണം. അപ്പം ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഹോൾഡ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു സിസ്റ്റം ആ ഒരു പ്രിൻ്ററിന് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഈ ഫസ്റ്റ് പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു റിസോഴ്സിനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോസസ്സിന് ആ റിസോഴ്സിന് കിട്ടുന്നേ ഇല്ല, ഇൻഫിനിറ്റ് ടൈമായിട്ട് എന്ത് ചെയ്യുന്നു, അത് വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അതൊരു ഡെഡ് ലോക്ക് കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പോൾ രണ്ട് പ്രോസസ്സസ് ഒരു റിസോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണോ, ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിനെ ഹോൾഡ് ചെയ്യുന്നു, മറ്റൊരു പ്രോസസ്സ് ആ ഒരു റിസോഴ്സിനെ എന്ത് ചെയ്യുന്നു, റിക്വസ്റ്റ് ചെയ്യുന്നു. അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു. അതിനൊരു പ്രോഗ്രസ്സും അതിൽ നടക്കുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം, അവിടെ ഒരു ഡെഡ് ലോക്കാണ് എന്ന് പറയാം. അതുപോലെ നമുക്ക് വേറൊരു കണ്ടീഷൻ നമുക്ക് പറയാറുള്ളത് റോഡിൻ്റെ കേസാണ്. അപ്പോൾ റോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് നാല് റോഡ് കൂടുന്ന സ്ഥലത്ത് ഇവിടെയും വെഹിക്കിളുണ്ട്, ഇവിടെയും വെഹിക്കിളുണ്ട്, ഇവിടെയും വെഹിക്കിളുണ്ട്, ഇവിടെയും വെഹിക്കിളുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വരുമ്പോൾ നമുക്കൊരിക്കലും ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഒരു വാഹനത്തിന് മറ്റേത് റോഡിലേക്കും പോകാൻ വേണ്ടി പറ്റില്ല. കാരണം എല്ലാ റോഡിലും എന്തുണ്ട്, വെഹിക്കിൾ ബ്ലോക്കായി കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഒരു ഡെഡ് ലോക്ക് കണ്ടീഷനാണ് അല്ലേ? കാരണം എവിടെ നിന്ന് എങ്ങോട്ടേക്കും പോകാൻ പറ്റാത്തൊരു അവസ്ഥ. അപ്പോൾ ഇത്തരത്തിൽ വരുന്നതാണ് ഒരു ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പ്രോസസ്സിൻ്റെയും റിസോഴ്സിൻ്റെയും ഇടയ്ക്ക് വരുന്നൊരു കണ്ടീഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഏതിൽ പറയാം, ഡെഡ് ലോക്ക് എന്നുള്ള ഒരു ചാപ്റ്ററിൽ നമുക്ക് പറഞ്ഞു പോവാം. നെക്സ്റ്റ് IO ഓപ്പറേഷൻ. IO operation means IO subsystem comprised of IO devices and their corresponding driver software. Drivers hides the peculiarities of specific hardware devices from the user, as the device driver knows the peculiarities of the specific device. The operating system manages the communication between user and device drivers. The following are the major activities of an operating system with respect to IO operation.
The I/O operation means read or write operation with any file or any specific I/O device, and the program may require any I/O device while running, and the operating system provides the access to the required I/O device when required. അപ്പോൾ ഒരു I/O സബ്സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I/O സബ്സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തൊക്കെയുള്ളതാണ്? I/O ഡിവൈസസും അതുപോലെ തന്നെ അതിൻ്റെ ഡ്രൈവർ സോഫ്റ്റ്വെയറും ചേർന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു I/O സബ്സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ CD ആയിക്കോട്ടെ, ഒരു മൗസ് ആയിക്കോട്ടെ, ഏതൊരു I/O ഡിവൈസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എടുത്തു കഴിഞ്ഞാലും അത് നമ്മുടെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഡ്രൈവർ നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒപ്റ്റിക്കൽ മൗസ് ആണെങ്കിൽ ആ ഒരു ഒപ്റ്റിക്കൽ മൗസ് നമ്മളെ സിസ്റ്റമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡ്രൈവർ ഏതിലുണ്ടായിരിക്കും? നമ്മുടെ സിസ്റ്റത്തിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഓരോ ഡ്രൈവറും എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു പെർട്ടിക്കുലർ ഹാർഡ്വെയറിൻ്റെ എല്ലാ പെക്യുലാരിറ്റിയും നമ്മുടെ യൂസേഴ്സിൽ നിന്നും ഹൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഡിവൈസിൻ്റെ എല്ലാം ഫീച്ചേഴ്സ് ആർക്കറിയാം? ആ ഒരു ഡിവൈസ് ഡ്രൈവറിന് അറിയുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഡിവൈസ് ഡ്രൈവേഴ്സും യൂസറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓക്കെ, ഇപ്പോൾ ഈ I/O ഡിവൈസസ് നമ്മൾ ഏത് രീതിയിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ മൗസ് ആയിക്കോട്ടെ, കീബോർഡ് ആയിക്കോട്ടെ, അപ്പം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കീ പ്രസ് ചെയ്യുമ്പോൾ ആ കീ അതിലേക്ക് നമ്മൾ ആക്റ്റീവായിട്ട് വരണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും? അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ സിസ്റ്റവും ആ ഒരു കീബോർഡും തമ്മിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ആര് തന്നെയാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് മീൻസ് റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ വിത്ത് എനി ഫയർ ഓർ എനി സ്പെസിഫിക് I/O ഡിവൈസ്. അപ്പോൾ ഇതിൽ ഓരോന്നും ഒരു പ്രോഗ്രാം ആവശ്യമുണ്ടായിരിക്കും. ഇറ്റ് മേ റിക്വയർ എനി I/O ഡിവൈസ് വൈൽ റണ്ണിങ് ആൻഡ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ്സ് ആക്സസ് ടു ദി റിക്വയർഡ് I/O ഡിവൈസ് വെൻ റിക്വയർഡ്. അതായത് നമുക്കിപ്പോൾ ഒരു OS, നമ്മളിപ്പോൾ ഒരു പ്രിൻ്റർ ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു പ്രിൻ്ററുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം, അല്ലേ? എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? അതിൻ്റെ പ്രിൻ്റഡ് കോപ്പീസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു I/O ഓപ്പറേഷനെ മാനേജ് ചെയ്യുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓക്കെ, നെക്സ്റ്റ്, ഫയൽ സിസ്റ്റം മാനിപ്പുലേഷൻ. എ ഫയൽ റെപ്രസെൻറ്റ്സ് എ കളക്ഷൻ ഓഫ് related information. The computer can store files on the disk or secondary storage for a long time storage purpose, and few examples of storage media are magnetic tape, discs, and optical devices like CD and DVD, and each of these media has its own properties like speed, capacity, data transfer rate, and data access methods. And a file system is normally organized into directories for easy navigation and usage, and these directories may contain files and other directories. The major activities of an operating system with respect to a file management are the following. The program needs to read a file or write a file. The operating system gives the permission to the program for operation on file, and the permission varies from read only, read write, denied, and so on. And the operating system provides an interface to the user to create or delete files. Operating system provides an interface to the user to create or delete directories. അപ്പോൾ ഒരു ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഫയൽ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഇൻഫോർമേഷൻസ് ആണ്. അപ്പം ഈ ഇൻഫോർമേഷൻസൊക്കെ നമുക്ക് ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിൽ നമുക്ക് ലോങ് ടേം പേർപ്പസിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലേ? നമുക്ക് ഏതൊക്കെയാണ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് എന്നറിയാം. അതായത് മാഗ്നറ്റിക് ടൈപ്പ് ഡിസ്ക്, അതുപോലെ ഒപ്റ്റിക്കൽ ഡിവൈസസ് ആയിട്ടുള്ള CD, DVD. അപ്പോൾ ഇതിൻ്റെ എല്ലാം മാനിപ്പുലേഷൻ, ഈ ഒരു ഫയലിൻ്റെ മാനിപ്പുലേഷനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഫയൽ സിസ്റ്റം മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക, ഇനി ആ ഒരു ഫയൽ നമുക്ക് റീഡ് ചെയ്യുക, ആ ഫയൽ ഏതെങ്കിലും രീതിയിലുള്ള അപ്ഡേഷൻ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണ് അത്തരത്തിലുള്ള എഡിറ്റിങ്ങും കാര്യങ്ങൾ നടത്താം. ഇനി ആ ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ അതെല്ലാം ഏതിൽ പെട്ടു? ഈ ഒരു ഫയൽ സിസ്റ്റം മാനേജ്മെൻറ്റിൽ പെട്ടു. അപ്പോൾ ഈ ഓരോ ഡിവൈസസ്, ഓരോ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറയുമ്പോഴും അതിന് ഓരോന്നിനും
ഓരോ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസിൽ വെച്ച് നമുക്കതിനെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അതായത് അതിൻ്റെ സ്പീഡ് എത്രയാണ്, അതിൻ്റെ കപ്പാസിറ്റി എത്രയാണ്, അതിൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ്, അതിൻ്റെ ഡാറ്റ ആക്സസ് മെത്തേഡ്സ്, ഇത് ഓരോന്നും ഡിഫറെൻ്റ് ആണല്ലോ. ഇതിൽ സീക്വൻഷ്യലാണ് അല്ലെങ്കിൽ റാൻഡം ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കതിനെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. മാഗ്നറ്റിക് ഡിസ്കിനേക്കാളും ഒക്കെ ടാപ്പിനെക്കാട്ടും കപ്പാസിറ്റി നമുക്ക് DVD-യിലുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് കപ്പാസിറ്റി വെച്ചിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഓരോ മീഡിയയ്ക്കും ഓരോ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസാണ് ഉള്ളത്. അപ്പോൾ അതും നമ്മൾ ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. ഇനി എ ഫയൽ സിസ്റ്റം ഈസ് നോർമലി ഓർഗനൈസ്ഡ് ഇൻ ടു ഡയറക്ടറീസ്. അപ്പോൾ നമുക്കൊരു ഫയൽ എന്ന് പറയുമ്പോൾ, ഇപ്പം നിങ്ങൾ ലിനക്സിലൊക്കെ പറയുമ്പോൾ നമുക്കത് അതൊരു റൂട്ടാണ്, ഇങ്ങനെ ഒരു ഹോം ഡയറക്ടറി, അതിലാണ് നമ്മളിങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വിൻഡോസിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഫയൽസ് പറയാൻ വേണ്ടി പറ്റും. ഒരു ഹയറാർക്കിക്കൽ സ്ട്രക്ചർ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇപ്പം നിങ്ങൾ ഇപ്പം സി ഡയറക്ടറി ആണെങ്കിൽ ആ സി ഡയറക്ടറിയിൽ തന്നെ സബ് കാറ്റഗറീസ് അല്ലെങ്കിൽ സബ് ഡയറക്ടറീസ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരു ഫയൽ സിസ്റ്റം പറയുകയാണെങ്കിൽ നമ്മളതൊരു ഡയറക്ടറീസ് ആയിട്ടാണ് നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ ഡയറക്ടറീസിൻ്റെ ഉള്ളിലും ഫയൽസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഡയറക്ടറീസ് ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഡയറക്ടറി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫോൾഡറായിട്ട് നമുക്കത് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വീണ്ടും അതിനുള്ളിലൊരു ഫോൾഡർ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഫോൾഡറിൻ്റെ ഉള്ളിൽ ഫോൾഡറാക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഇത്തരം ഫോൾഡറിൻ്റെ ഉള്ളിൽ ഡിഫറെൻറ്റ് ഫയൽസും പോസിബിളാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. ഇനി ഒരു ഫയൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം, ഓക്കെ, അതിലേക്ക് റൈറ്റ് ചെയ്യാം, റീഡ് ചെയ്യാം, ഓക്കെ, അതൊക്കെ എന്താണ് ഒരു ഫയൽ മാനിപ്പുലേഷനിൽ വരുന്നതാണ്. ഇനി എല്ലാ ഫയൽസും എല്ലാ യൂസേഴ്സും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? നമുക്കതിന് പെർമിഷൻ ഗ്രാൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഓരോന്നും ഒരു പെർമിഷൻസ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ആ പെർമിഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ റീഡ് ഓൺലി അല്ലെങ്കിൽ റീഡ് റൈറ്റ്, ആ ഒരു രീതിയിൽ നമുക്കൊരു പെർമിഷൻസ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും ഫോർ സെക്യൂരിറ്റി റീസൺസ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ദെൻ നെക്സ്റ്റ് നമുക്ക് ഫയൽസ് ക്രിയേറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ അതിനുള്ളൊരു മെക്കാനിസം അത് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇനി ഫയൽസ് മാത്രമാണോ? അല്ല, ഡയറക്ടറീസും. അപ്പോൾ ഡയറക്ടറീസ് ക്രിയേറ്റ് ചെയ്യുക, അത് ഡിലീറ്റ് ചെയ്യുക, ഫയൽസ് ക്രിയേറ്റ് ചെയ്യുക, അത് ഡിലീറ്റ് ചെയ്യുക. ഇനി ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഫയൽസ് നമുക്ക് റീഡ് ചെയ്യാം, അതിലേക്ക് ഏതെങ്കിലും രീതിയിലെ മോഡിഫിക്കേഷൻസ് വേണമെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യാം, റൈറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ഫയലിൽ വരുന്ന മറ്റ് ഓപ്പറേഷൻസ്. ദെൻ നെക്സ്റ്റ് എന്താണ് കൊടുക്കുന്നത്? പെർമിഷൻസും. അതായത് ഒരു ഓപ്പറേഷൻ എല്ലാവർക്കും എല്ലാ ഓപ്പറേഷനും എല്ലാ ഫയൽസിലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? റീഡ് ഓൺലി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ റീഡ് റൈറ്റ് പെർമിഷൻ കൊടുക്കുക, അല്ലെങ്കിൽ നോ ആക്സസ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ഓക്കെ, എല്ലാവർക്കും എല്ലാ ഫയൽസും ചിലപ്പോൾ ഓപ്പൺ ചെയ്യാനുള്ളൊരു പെർമിഷൻ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഡിഫറെൻറ്റ് പെർമിഷൻസും കാര്യങ്ങളും പറയാം. നിങ്ങൾ ഓൾറെഡി ലിനക്സിൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ട് ഡിഫറെൻറ്റ് പെർമിഷൻസ് അല്ലെ, എക്സിക്യൂഷൻ നടക്കാനുള്ള അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ റീഡ് ചെയ്യാനുള്ള പെർമിഷൻസ്, അങ്ങനെ ഡിഫറെൻറ്റ് പെർമിഷൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഏതിൽ വരുന്നു? ഫയൽ സിസ്റ്റം മാനിപ്പുലേഷൻ. നെക്സ്റ്റ് communication. In case of distributed systems, which are a collection of processors that do not share memory, peripheral devices, or a clock, operating system manages communication between processes. The multiple processes with one another through communication lines in the network. And OS handles routing and connection strategies and the problems of congestion and security. Following are the major activities of an operating system with respect to communication. Two processes often require data to be transferred between them. Both processes can be on the one computer or on different computers but are connected through computer network. And the communication may be implemented by two methods, either by shared memory or by മെസ്സേജ് പാസിങ്. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ആണെങ്കിൽ നമുക്കതിൽ ഈ പറയുന്ന പോലെ മെമ്മറിയോ പെരിഫറൽ ഡിവൈസസോ ഓപ്പറേറ്റിംഗ് സിസ്റ്റമോ ഒന്നും തമ്മിൽ പരസ്പരം
ഷെയർ ചെയ്യണമെന്നില്ല. ഓക്കെ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, ഡിഫറെൻറ്റ് പ്രോസസ്സ് നമ്മളിപ്പോൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് ഒന്നാമത്തെ കേസ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മൾട്ടിപ്പിൾ പ്രോസസ്സസ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഏത് ത്രൂ ആയിരിക്കും? ത്രൂ നെറ്റ്വർക്ക്സ് അല്ലേ? അപ്പോൾ ഇത്ര നെറ്റ്വർക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കതിൽ വരുന്നത് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് OSൻ്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് വൺ, ഇനി രണ്ട് പ്രോസസ്സ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അത് ഒരേ സിസ്റ്റത്തിൽ തന്നെ ആവണമെന്നില്ല. നമ്മൾ പറഞ്ഞു സിസ്റ്റത്തിൽ തന്നെ ഡിഫറെൻറ്റ് പ്രോസസ്സ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഒരു പ്രോസസ്സ് കമ്മ്യൂണിക്കേഷൻ, പ്രോസസ്സ് സിങ്ക്രോണൈസേഷൻ ഒക്കെ പറഞ്ഞു. ഇനി ഇതുപോലെ ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടേഴ്സിലെ ഡിഫറെൻറ്റ് പ്രോസസ്സസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏത് ത്രൂ ആയിരിക്കും ചെയ്യുക? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ത്രൂ ആയിരിക്കും ചെയ്യാം. അങ്ങനെ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ത്രൂ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ഷെയർഡ് മെമ്മറി ഓർ ബൈ മെസ്സേജ് പാസിങ്. അപ്പോൾ മെസ്സേജ് പാസിങ് വഴി അല്ലെങ്കിൽ ഷെയർഡ് മെമ്മറി വഴി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് എന്തിനാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സെയിം റിസോഴ്സാണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. രണ്ട് സിസ്റ്റവും സെയിം റിസോഴ്സിനെയാണ് യൂസ് ചെയ്യേണ്ടത് എങ്കിൽ, അല്ലെങ്കിൽ സെയിം മെമ്മറി സെയിം വേരിയബിളാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ആ രണ്ട് പ്രോസസ്സ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഒരു ഷെയർഡ് മെമ്മറിയാണ് അത് യൂസ് ചെയ്യുന്നത് എങ്കിൽ അറ്റ് എ ടൈം രണ്ട് പ്രോസസ്സിനും അതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റണമെന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ആ രണ്ട് പ്രോസസ്സിനെയും തമ്മിൽ നമുക്ക് മാനേജ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അവർക്ക് ആ രണ്ട് പ്രോസസ്സും തമ്മിൽ എന്ത് ചെയ്യേണ്ടി വരും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് രണ്ട് രീതിയിലാണ്. ഒന്ന് ഷെയർഡ് മെമ്മറി, മറ്റൊന്ന് മെസ്സേജ് പാസിങ്. നെക്സ്റ്റ് വൺ, എറർ ഹാൻഡ്ലിംഗ്. എറർ ക്യാൻ ഒക്കർ എനി ടൈം ആൻഡ് എനിവെയർ. Error can occur anytime and anywhere. Error may occur in CPU, in I/O devices, or in the memory hardware. The major activities of an operating system with respect to error handling. OS constantly remain aware of possible errors, and OS takes the appropriate action to ensure correct and consistent computing. അപ്പോൾ എറർ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും എവിടെ വേണമെങ്കിലും നമുക്ക് എറർ സംഭവിക്കാം അല്ലേ? അപ്പം ഒന്നുകിൽ CPU-ലായിരിക്കാം, അതല്ലെങ്കിൽ I/O ഡിവൈസസിലായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മെമ്മറിയിലോ ഹാർഡ്വെയറിലോ ആയിരിക്കും എറർ സംഭവിക്കുന്നത്. അപ്പോൾ ഇത്തരം എറേഴ്സിന് എപ്പോഴും OS എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ആക്ഷനും ആരെന്നെ എടുക്കണം? പ്രോപ്പറായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷൻ OS തന്നെ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ അതാണ് എറർ ഹാൻഡ്ലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു നമ്മൾ പ്രിൻ്ററിന് വേണ്ടി റിക്വസ്റ്റ് കൊടുത്തു, പക്ഷേ പ്രിൻ്റർ കണക്റ്റഡ് അല്ല എങ്കിൽ അവിടെ എന്താണ്? അതൊരു എററാണ്. നമ്മളൊരു മെസ്സേജ് ഒരു മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു, അവിടെ മെമ്മറി അവിടെ ഇല്ല, അല്ലെങ്കിൽ മെമ്മറി ഫുള്ളാണ്, അല്ലെങ്കിലോ നമുക്ക് എക്സ്റ്റേണൽ മെമ്മറി ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ കൊടുത്തു, പക്ഷേ എക്സ്റ്റേണൽ മെമ്മറി അവിടെ ഇല്ല. അപ്പോൾ അത്തരത്തിൽ വരുന്നതെല്ലാം എന്ത് തന്നെയാണ്? എററാണ്. അപ്പോൾ അതൊക്കെ പലതരത്തിലുള്ള എറേഴ്സായിട്ട് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ നമ്മൾക്ക് കീബോർഡ് വെച്ച് നോക്കുന്നു, പക്ഷേ കീബോർഡിൻ്റെ ഡ്രൈവർ അവിടെ ഇല്ല, നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അതൊക്കെ ഈ ഒരു എററിൽ വരുന്നതാണ്. I/O ഡിവൈസസിൽ വരുന്ന എറർ, അല്ലെങ്കിൽ CPU-ൽ വരുന്ന എറർ, അല്ലെങ്കിൽ മെമ്മറി ഹാർഡ്വെയറിൽ വരുന്ന എറർ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എറേഴ്സ് പോസിബിളാണ്. അപ്പോൾ ഇത്തരം എറേഴ്സിനെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ആര് തന്നെയാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. നെക്സ്റ്റ്, റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഇൻ കേസ് ഓഫ് മൾട്ടി യൂസർ ഓർ മൾട്ടി ടാസ്കിംഗ് എൻവയോൺമെൻറ്റ്, റിസോഴ്സ് സച്ച് ആസ് മെയിൻ മെമ്മറി, CPU cycles and file storage are to be allocated to each user or each job. And with the major activities of an operating system with respect to resource management are: the OS manages all kind of resources using schedulers, and the CPU scheduling algorithms are used for better utilization of CPU. ഇപ്പോൾ ഒരു മൾട്ടി യൂസർ അല്ലെങ്കിൽ മൾട്ടി ടാസ്കിങ് എൻവയോൺമെൻ്റ് ആണെങ്കിൽ അറ്റ് എ ടൈം ഒന്നിൽ കൂടുതൽ ജോബ്സ് അവിടെ റൺ ചെയ്യുന്നുണ്ടാവും അല്ലേ? അങ്ങനെ ഒന്നിൽ കൂടുതൽ ജോബ്സ് അവിടെ റൺ ആവുക എന്ന് പറയുമ്പോൾ എന്താ? ഒരുപാട് പ്രോസസ്സ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ എല്ലാ പ്രോസസ്സും എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ എല്ലാ പ്രോസസ്സും എവിടത്തേക്ക് ലോഡ് ആവുന്നുണ്ട്? നമ്മുടെ മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ മെയിൻ മെമ്മറിയിൽ ഈ എല്ലാ പ്രോസസ്സും നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്പേസ് അലോക്കേറ്റ് ചെയ്ത് ചെയ്യണമല്ലോ. അപ്പോൾ ഇത്തരം കേസസിൽ നമ്മൾ റിസോഴ്സ് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആരാണ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു,
OS ആണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ റിസോഴ്സിനെയും മാനേജ് ചെയ്യാം. ഓക്കെ, എല്ലാത്തിനെയും മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഈ ഓരോന്നിനും നമുക്ക് എന്താണ് നമ്മുടെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ CPU ഐഡിലാക്കാതെ മാക്സിമം അതിനെ യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു CPU ബെറ്റർ യൂട്ടിലൈസേഷന് വേണ്ടി നമ്മൾ ഡിഫറെൻറ്റ് ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ഉണ്ട്. ഇത്തരം CPU ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ CPU ബെറ്ററായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, എങ്ങനെ സിസ്റ്റത്തെ ഐഡിലാക്കാതെ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതിനുള്ള ഡിഫറെൻറ്റ് അൽഗോരിതംസും CPU ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് വരാം. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ, നെക്സ്റ്റ് protection. In a computer system having multiple users, the concurrent execution of multiple processes, then the various processes must be protected from each other's activities. The protection refers to mechanism or a way to control the access of programs, processes or users to the resources defined by a computer system. The major activities of an operating system with respect to protection are: the OS ensures that all access to system resources is controlled, and OS ensures that the external I/O devices are protected from invalid access attempts, and it provides authentication feature for each user. ബൈ മീൻസ് ഓഫ് പാസ്വേഡ്. അപ്പോൾ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിഫറെൻറ്റ് പ്രോസസ്സേഴ്സിന് ഡിഫറെൻറ്റ് യൂസേഴ്സിന് നമുക്ക് അവരുടെ